പ്രിയപ്പെട്ടവരെ, വീടെന്ന് പറയുന്നത് നമ്മുടെ ഏവരുടെയും സ്വപ്നമാണ്. ആ വീട് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ചിത്രങ്ങൾ. ഓരോ മുറിയിലും വ്യത്യസ്തമായിട്ടുള്ള പലതരം ചിത്രങ്ങൾ നമ്മൾ വയ്ക്കാറുണ്ട്. കണ്ണിന് കുളിർമ നൽകുന്നതും അതുപോലെ തന്നെ മനസ്സിന് ശാന്തിയേകുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മളൊരു മുറിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്നതാണ്. എന്നാൽ ചിലതരം ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, ഇത് ഈ വീടിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്ന്. പല ചിത്രങ്ങളും ചിലപ്പോൾ ഗിഫ്റ്റായിട്ടോ മറ്റോ ഒക്കെ കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ എന്തോ കണ്ടിട്ട് ഒരു അട്രാക്ഷൻ തോന്നി പലരും വാങ്ങിച്ചതുമായിരിക്കാം. അങ്ങനെയും ചിലർ ചിത്രങ്ങൾ മേടിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വീടുകളിൽ സൂക്ഷിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും നൽകുക. അപ്പോൾ ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന ചിത്രങ്ങളിൽ നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള എനർജി ആ വീടിൻ്റെ മൊത്തത്തിലുള്ള പോസിറ്റീവ് എനർജിയെ തകർക്കുന്നതായിരിക്കും. അത് ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികളുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും സാരമായി തന്നെ ബാധിക്കുന്നതാണ്. മാത്രവുമല്ല, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും രോഗദുരിതങ്ങളും ഈ വീടുകളിൽ കൂടുതലായി കണ്ടുവരുന്നതാണ്. ചിലപ്പോൾ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ തന്നെ സാധിക്കാറില്ല. മാനസികമായിട്ടുള്ള വിഭ്രാന്തി പോലും ചിലപ്പോൾ ഉണ്ടായെന്ന് വന്നേക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം, അതുപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവത്തിലുള്ള വ്യതിയാനങ്ങൾ എന്നിവയൊക്കെ തന്നെ ഇത്തരം ചിത്രങ്ങളുടെ സ്വാധീനത്താൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് 15 വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് തീർച്ചയായും എടുത്തു മാറ്റേണ്ടതാണ്. അത് നിങ്ങളുടെ വീട്ടിൻ്റെ എല്ലാ എനർജിയെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതിലാദ്യത്തേത് ഇര പിടിക്കുന്ന ഒരു പരുന്തിൻ്റെ ചിത്രം. പല വീടുകളിലും നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ചിത്രം കണ്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ വീടുകളിൽ ചിലപ്പോൾ ഇതുണ്ടായിരിക്കുകയും ചെയ്യാം, ഇത്തരത്തിലൊരു ഇര പിടിക്കുന്ന പരുന്തിൻ്റെ ചിത്രം. ഇത് ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിൽ ശത്രുദോഷങ്ങൾ ഒരിക്കലും വിട്ടുമാറുകയേയില്ല. ആ വീട്ടിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തേത് വളരെ ദുരൂഹമായിട്ടുള്ള പശ്ചാത്തലമുള്ള ചിത്രങ്ങൾ. അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു താഴ്വാരം, ഒരുപാട് സംശയം ജനിപ്പിക്കുന്നതായിട്ടുള്ള പശ്ചാത്തലങ്ങൾ, അവിടെ ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുക, അരണ്ടതായിട്ടുള്ള വെളിച്ചം, അങ്ങനെയൊക്കെ കാണുന്ന ചില ചിത്രങ്ങൾ പലരും വീടുകളിൽ വച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവയും തീർച്ചയായും വീട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇത്തരം വീടുകളിൽ ഒരുതരം ഹൊറർ ടൈപ്പ് നെഗറ്റിവിറ്റി തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇനി മൂന്നാമത്തേത് തലയില്ലാത്ത മനുഷ്യരുടെ ചിത്രങ്ങൾ. ഇത്തരത്തിൽ തലയില്ലാത്ത ചിത്രങ്ങൾ ചില യുദ്ധവുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റൊക്കെ വരച്ചിരിക്കുന്ന ചിത്രങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത് ചിലപ്പോൾ വിദേശത്തൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളതായിരിക്കാം, അവിടെ ചിലപ്പോൾ വളരെ ഹിറ്റായിട്ടുള്ള ചിത്രങ്ങളും ആയിരിക്കാം. പക്ഷേ ഇത്തരം ചിത്രങ്ങൾ വീടുകളിൽ വയ്ക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ഇത്തരം ചിത്രങ്ങളും വീട്ടിൽ നിന്ന് തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇനി നാലാമത്തേത് തീ പിടിക്കുന്ന ചിത്രങ്ങൾ. ഒരു കാടിനോ അല്ലെങ്കിൽ ഒരു വീടിനോ ഒക്കെ തീ പിടിച്ച് നിൽക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെയധികം നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നതാണ്. ഇത്തരം ചിത്രങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വീടിന് അഗ്നിബാധയുണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ചില പ്രവചന സ്വഭാവങ്ങളാണ് ഇത്തരം ചിത്രങ്ങൾ നൽകുന്നത്. ചില അഗ്നിബാധയുണ്ടായ വീടുകളിൽ നിന്ന് ഇത്തരത്തിൽ തീ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലെ ഇത്തരം ചിത്രങ്ങൾ ഒരിക്കലും തന്നെ വയ്ക്കാൻ പാടില്ലാത്തതാകുന്നു. ഇനി അഞ്ചാമത്തേത് ആക്സിഡൻറ്റുകളുടെ ചിത്രം. ചില സ്പോർട്സുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇത്തരം ചിത്രങ്ങൾ സൂക്ഷിക്കുന്നത്. ഇതുപോലെ കാറും മറ്റുമൊക്കെ ആക്സിഡൻ്റ് ആയതുമായി ബന്ധപ്പെട്ടൊക്കെ ചിത്രങ്ങൾ സൂക്ഷിക്കുന്നത്. പക്ഷേ ഇത്തരം ചിത്രങ്ങൾ ഒരിക്കലും തന്നെ ഒരു വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അത് ഇത്തരം ആക്സിഡൻറ്റുകളെ ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കുന്നതാണ്. ഇനി ആറാമത്തേത് മുങ്ങുന്ന ഒരു കപ്പലിൻ്റെ ചിത്രം. ചിലപ്പോഴൊക്കെ ടൈറ്റാനിക് പോലുള്ള ചിത്രങ്ങളുടെ സ്വാധീനത്താൽ അല്ലെങ്കിൽ അത്തരം ചിത്രങ്ങളോടുള്ള താല്പര്യം കൊണ്ട് തന്നെ ഇത്തരം ചിത്രങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ ടൈറ്റാനിക്കിൻ്റെ ചിത്രമോ അല്ലെങ്കിൽ മുങ്ങുന്ന മറ്റേതെങ്കിലും കപ്പലിൻ്റെ ചിത്രമോ ഒക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെടുത്ത് മാറ്റേണ്ടതാണ്. അത്തരം ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാൻ ഒട്ടും തന്നെ കൊള്ളാവുന്നതല്ല. ഏഴാമത്തേത്
ഇല പൊഴിഞ്ഞ മരങ്ങളുടെ ചിത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇലകൾ പൊഴിഞ്ഞുപോയ മരങ്ങളുള്ള ചിത്രങ്ങൾ, അതായത് ഒറ്റപ്പെട്ട ഒരു മരമോ അല്ലെങ്കിൽ ഒരുപാട് മരങ്ങൾ ഇല പൊഴിഞ്ഞു നിൽക്കുന്നതോ ആയിട്ടുള്ള ചിത്രങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ അത്തരം വീടുകളിൽ താമസിക്കുന്നവർക്ക് കനത്തതായിട്ടുള്ള ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിക്കാൻ ഇടയാകുന്നതാണ്. നിങ്ങൾ ഇത്തരം ചിത്രങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത്തരത്തിൽ ഏകാന്തത അനുഭവിക്കാൻ തയ്യാറെടുക്കേണ്ടതാണ്. കാരണം ഇത്തരം വീടുകളിൽ താമസിക്കുന്നവർക്ക് ഒരിക്കലും തന്നെ മനസമാധാനം ലഭ്യമാകുന്നതല്ല. ഇനി 8ാമത്തേത് കരയുന്ന ചിത്രം. അത് ഒരു കുട്ടിയാകട്ടെ, ഒരു മുതിർന്ന ആളാവട്ടെ, സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കൊള്ളട്ടെ, ആര് കരയുന്നതായിട്ടുള്ള ഒരു ചിത്രം വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് സന്തോഷത്തിന്റെ കണികകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും ആ വീട്ടിൽ ദുഃഖം കുമിഞ്ഞുകൂടുന്നതാണ്. നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടമായി കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ചിത്രങ്ങളും വീടുകളിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതും എടുത്തു മാറ്റേണ്ടതാണ്. 9ാമത്തേത് ഹോസ്പിറ്റലുകളുടെ ചിത്രം. ഇത്തരത്തിൽ ഹോസ്പിറ്റലുകളുടെ ചിത്രങ്ങൾ അധികമാരും അങ്ങനെ വീടുകളിൽ സൂക്ഷിക്കാറുള്ളതല്ല. എങ്കിലും നിങ്ങൾ ചിലപ്പോൾ ചില ഹോസ്പിറ്റലുകളുടെ കലണ്ടറോ മറ്റോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ചിത്രം ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരം ചിത്രങ്ങൾ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായിരിക്കും. പലവിധ രോഗങ്ങൾ ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരം ചിത്രങ്ങൾ വീടുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും മാറ്റേണ്ടതാണ്. 10ാമത്തേത് ഒരാൾ നിലത്ത് വീണ് കിടക്കുന്ന ചിത്രം. ഇത്തരത്തിൽ ഒരു വ്യക്തി നിലത്ത് വീണ് കിടക്കുന്ന ഒരു ചിത്രം ഒരു കാരണവശാലും വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തന്നെ അധപ്പതനമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതാണ്. കൂടാതെ ജോലിയിലും ബിസിനസ്സിലും തകർച്ചകളും ഇതുമൂലം വന്നു ചേർന്നേക്കാം. അപ്പോൾ ഇത്തരം ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുത്ത് മാറ്റുക. അടുത്തത് ചോര ചിതറുന്ന ചിത്രം. പലപ്പോഴും ചില സാഹിത്യ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചിത്രങ്ങളിലാണ് ഇത്തരത്തിൽ ചോര ചീന്തുന്നതായിട്ടുള്ള ചിത്രങ്ങൾ കാണപ്പെടുന്നത്. ചില പൂക്കളിൽ ചോര പുരണ്ടതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഹൃദയം കത്തികൊണ്ട് വെട്ടിപ്പിളർന്നതായിട്ടോ അതിൽ നിന്ന് ചോര ചിതറുന്നതായിട്ടോ ഒക്കെ ഉള്ള ചിത്രങ്ങൾ ചില വീടുകളിൽ സൂക്ഷിക്കാറുണ്ട്. ചില ലവ് ഫെയിലിയറൊക്കെയാണ് ഇത്തരം ചിത്രങ്ങളിലൂടെ ദൃശ്യമാക്കുന്നത്. പക്ഷേ ഇത്തരം ചിത്രങ്ങൾ ഒരു വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ക്രൈം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അത്തരം ചിത്രങ്ങൾ വളരെയധികം നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തത് ആളില്ലാതെ വെള്ളത്തിൽ കിടക്കുന്ന ഒരു വള്ളത്തിൻ്റെ ചിത്രം. ഇത്തരത്തിൽ ആളില്ലാതെ വെള്ളത്തിൽ കിടക്കുന്ന ഒരു വള്ളത്തിൻ്റെ ചിത്രം ഒരുപാട് പ്രവചനങ്ങൾ നൽകുന്ന ഒരു ചിത്രമാണ്. നമുക്ക് ചുറ്റുമുള്ളവരും നമ്മുടെ പ്രിയപ്പെട്ടവരും എല്ലാം നമുക്ക് നഷ്ടമാവുന്നതിൻ്റെയും അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെടുന്നതിൻ്റെയൊക്കെ ഒരു സൂചനയാണ് ഈ ചിത്രം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത്തരം ചിത്രങ്ങൾ വീട്ടിൽ വയ്ക്കാൻ പാടുള്ളതല്ല. അടുത്തത് വിരൂപമായിട്ടുള്ള രൂപങ്ങളുടെ ചിത്രം. ചില പ്രാചീനമായിട്ടുള്ള സംസ്കാരങ്ങളെ സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ചില ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളിലോ ഒക്കെയാണ് ഇത്തരത്തിലുള്ള വിരൂപമായിട്ടുള്ള ചിത്രങ്ങൾ കാണപ്പെടുന്നത്. ഇത്തരം ചിത്രങ്ങൾ ഒരു കാരണവശാലും വീടുകളിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തതാണ്. കാരണം പലതരം രോഗങ്ങളെ ഇത് ക്ഷണിച്ചു വരുത്തുന്നതാണ്. അടുത്തത് തിരിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയുടെ രൂപം. അത് ചിലപ്പോൾ ഒരു കുട്ടിയോ ഒരു മുതിർന്ന ആളോ സ്ത്രീയോ പുരുഷനോ വയസ്സായ ആളോ അങ്ങനെ ആരുമായിരിക്കാം. ആരെങ്കിലും ഒരാൾ തിരിഞ്ഞു നടക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് ആ വീട്ടിൻ്റെ ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്നതാണ്. അതുപോലെ തന്നെ പലതരം ബാധകളുടെ ആവേശം ആ വീട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ചിത്രങ്ങൾ നമുക്ക് വിളിച്ചോതുകയാണ്. അപ്പോൾ ഇത്തരം ചിത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും എടുത്തു മാറ്റേണ്ടതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ ഒരിക്കലും വയ്ക്കാൻ പാടില്ലാത്ത 15 തരം ചിത്രങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചിത്രം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുത്ത് മാറ്റേണ്ടതാണ്. അത് വീട്ടിൻ്റെ ആരോഗ്യത്തിന് ഒട്ടും തന്നെ നല്ലതല്ല. പല വ്യക്തികളും ഇത് വീടിന് ഭംഗി നൽകുന്നതാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്തരം ചിത്രങ്ങൾ വച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഗിഫ്റ്റ് കിട്ടുമ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് നിങ്ങളത് വാങ്ങിച്ച് വച്ചിരിക്കുന്നതും ആയിരിക്കാം. പക്ഷേ ഇവ നിങ്ങളുടെ വീടിന് എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇത് എന്താണ് ചെയ്യേണ്ടത്, ഇനി ഇത് എടുത്ത് മാറ്റിയപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം.
അപ്പോൾ ഇത് നിങ്ങൾ ഒഴുക്ക് വെള്ളത്തിൽ നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത്. എവിടെയെങ്കിലും ഒഴുകുന്ന വെള്ളമുള്ള സ്ഥലത്ത് ഇതിനെ നശിപ്പിച്ച് കളയാവുന്നതാണ്. അല്ലാതെ ഇത് മറ്റൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊന്നും നിൽക്കരുത്. അത് അവരെയും കൂടെ ദോഷകരമായി ബാധിക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നമസ്കാരം.